Astro Guru, where the wisdom of the cosmos lights your path. നമസ്കാരം. ഈ ഓഗസ്റ്റ് മാസത്തെ പൊതുവായിട്ടുള്ള ഫലം നമുക്കൊന്ന് നോക്കാം, ഓരോ രാശിക്കാർക്കും എങ്ങനെയിരിക്കുന്നു. അപ്പോൾ അതിനു മുമ്പ് ആമുഖമായിട്ട് പറയുകയാണ്, ഇതിനകത്ത് പല നെഗറ്റീവ് പ്ലാനറ്റ് ഉണ്ട്. പ്രത്യേകിച്ച് ചൊവ്വായ, രാഹു, കേതുക്കള്, അല്ലെങ്കിൽ ശനി. പക്ഷെ ഈ ശനി അവിടെ കർമ്മകാരകനാണ്. ശനി ചില കാര്യങ്ങളിൽ നെഗറ്റീവ് ആകുക എന്ന് പറഞ്ഞാൽ ഡിലേ ആകുക എന്നേ ഉള്ളൂ. അപ്പോൾ ശനിയെ നമ്മളവിടെ ഇതായിട്ട് കൺസിഡർ ചെയ്യുന്നില്ല. പിന്നെ നോക്കുമ്പോൾ സൂര്യന് വേണമെന്നൊരു ഹാഫ് പകുതി നെഗറ്റീവ് പ്ലാനറ്റ് എന്ന് പറയാം. കാരണം എന്ന് പറഞ്ഞാൽ സൂര്യൻ ഈ ഭൂമിക്ക് വെളിച്ചം തരുന്നുണ്ട്. സൂര്യനില്ല ഇവിടെ സർവ്വചരാചരങ്ങളും ഇല്ല, ജീവജാലങ്ങളില്ല. അപ്പോൾ അതുകൊണ്ട് സൂര്യനെ നമുക്കൊരു ഫുള്ളായിട്ടൊരു നെഗറ്റീവ് പ്ലാനറ്റായിട്ട് കൺസിഡർ ചെയ്യാൻ പറ്റത്തില്ല. അതേ സമയത്ത് കേതു എന്ന് പറഞ്ഞാൽ പലപ്പോഴും നമുക്ക് ഒബ്സ്റ്റക്കിൾസ് കൊണ്ടുത്തരും. ഒബ്സ്റ്റക്കിൾ എന്ന് പറഞ്ഞാൽ പല രീതിയിലുള്ള തടസ്സങ്ങൾ. പ്രത്യേകിച്ച് കേതു ബുധനുമായിട്ടൊക്കെ നിന്ന് കഴിഞ്ഞാൽ നമുക്ക് സ്കിൻ റിലേറ്റഡ് ആയിട്ടുള്ള പല പ്രശ്നങ്ങൾ, വെരിക്കോസ് പെയിന്, അങ്ങനെ റിലേറ്റഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ നമ്മുടെ ഞരമ്പ് സംബന്ധമായിട്ടുള്ള പല പ്രശ്നങ്ങളൊക്കെ കൊണ്ടുതരാനുള്ള സാധ്യത ഉണ്ട്. ഈവൻ ഈ കേതു തന്നെ സൂര്യനുമായിട്ടൊക്കെ അലൈൻ ചെയ്ത് നിന്ന് കഴിഞ്ഞാൽ നമുക്ക് കണ്ണാടി വെക്കാൻ, കണ്ണിന് റിലേറ്റഡ് ആയിട്ടുള്ളത്, അല്ലെങ്കിൽ ഈ മെഡിക്കൽ റിലേറ്റഡ് ആയിട്ടുള്ള പല രീതിയിലുള്ള അസിഡിറ്റി റിലേറ്റഡ് ആയിട്ട് അങ്ങനെ പല പ്രോബ്ലംസ് മെഡിക്കൽ അസ്ട്രോളജി പ്രകാരം വരാറുണ്ട്. അത് തന്നെ ഈ ഇപ്പം ചൊവ്വ, കേതു, വ്യാഴം ഒക്കെ കണക്ട് ചെയ്തിരിക്കുന്ന ആൾക്കാർക്കാണെന്നതിൽ ഉറപ്പായിട്ട് അവർക്ക് പല രീതിയിലുള്ള ഒബ്സ്റ്റക്കിൾ, ജീവിതത്തിൽ പല രീതിയിലുള്ള പ്രശ്നങ്ങൾ, ആരോഗ്യപരമായിട്ടുള്ള പ്രശ്നങ്ങൾ അങ്ങനെയൊക്കെ കൊണ്ടുത്തരാറുണ്ട്. പ്രത്യേകിച്ച് ഈ പറയുന്ന ചൊവ്വ, ജൂപ്പിറ്റർ, അതായത് വ്യാഴം, ചൊവ്വ ഒക്കെ കണക്ട് ചെയ്തിരിക്കുന്ന ആൾക്കാർക്ക് ആക്സിഡൻറ്റുകളും ഉണ്ടാകാറുണ്ട്. പ്രത്യേകിച്ച് കേതുവിനുണ്ടെന്നൊരു 100% ട്രാൻസിഷനിൽ ഈ ഗ്രഹങ്ങൾ വരുന്ന സമയത്ത് അവർക്ക് മൾട്ടിപ്പിൾ ആയിട്ടുള്ള ആക്സിഡൻറ്റ് നടക്കുമെന്നുള്ള 100%. എന്നാൽ രാഹുവായിട്ട് നമുക്ക് ഫുള്ളി ഒരു നെഗറ്റീവ് പ്ലാനറ്റായിട്ട് കൺസിഡർ ചെയ്യാൻ പറ്റത്തില്ല. കാരണം എന്ന് പറഞ്ഞാൽ രാഹു എക്സ്പാൻഡ് ചെയ്യുന്നതാണ്, പല കാര്യത്തെയും എക്സ്പാൻഡ് ചെയ്യുന്നതാണ്. എന്ന് പറഞ്ഞാൽ എടുത്ത് ഒരുപാട് രീതിയിൽ മൾട്ടിപ്ലൈ ചെയ്യും. പക്ഷെ ഒരു നല്ല പ്ലാനറ്റിൻ്റെ കൂടെ, നല്ല ഗ്രഹത്തിൻ്റെ കൂടെ, പ്രത്യേകിച്ച് നല്ല ഹൗസിലൊക്കെ ഈ രാഹുവൊക്കെ നിന്ന് കഴിഞ്ഞാൽ നമുക്ക് പല രീതിയിലുള്ള നന്മ കൊണ്ടുത്തരും. പ്രത്യേകിച്ച് ശുക്രനൊക്കെ എന്ന് പറഞ്ഞാൽ സമ്പത്തിൻ്റെ ഗ്രഹമാണ്. അപ്പോൾ ഈ ശുക്രൻ്റെ കൂടെ ഒക്കെ അലൈൻ ചെയ്തിപ്പോൾ ഈ നല്ല രാഹുവൊക്കെ നിൽക്കുക എന്ന് പറഞ്ഞാൽ നമുക്ക് മൾട്ടിപ്പിൾ ഹൗസ് കൊണ്ടുത്തരും, മൾട്ടിപ്പിൾ വീടുകൾ വാങ്ങിക്കാനൊക്കെ ഉള്ള യോഗങ്ങൾ വരും. അത് പ്രത്യേകിച്ച് അറിയണമെന്ന് വരില്ല, നമ്മുടെ ബർത്ത് വ്യാഴവും ശുക്രനും കൂടെ കണക്ട് ചെയ്തിരിക്കുന്ന ആൾക്കാർക്ക് ഇവിടെ രാഹുവിൻ്റെ കൂടെ, നല്ല രാഹുവിൻ്റെ കൂടെ കണക്ഷൻ ഉള്ളതെന്ന് വരില്ല, മൾട്ടിപ്പിൾ ആയിട്ടുള്ള ഒരു 3 കൂടുതൽ വീട് വാങ്ങിക്കാനൊക്കെ ഉള്ള യോഗമുണ്ട്. അതേ സമയത്ത് ഇത് തന്നെ ചൊവ്വയുടെ കൂടെ നിൽക്കുവാണെന്ന് വരില്ല, ഈ പറയുന്ന വ്യാഴവും ചൊവ്വയും കണക്ട് ചെയ്തിരിക്കുകയാണ്, അതുപോലെ നല്ല രാഹു കൂടെ കണക്ട് ചെയ്തിരിക്കുകയാണെന്ന് വരിക, അവർക്ക് മൾട്ടിപ്പിൾ ലാൻഡഡ് പ്രോപ്പർട്ടി വാങ്ങിക്കാനുള്ള യോഗം കാണും. അപ്പോൾ അത് നമുക്ക് നോക്കുക അറിയാവുന്ന നമ്മുടെ ബർത്ത് ചാർട്ട് നോക്കിക്കഴിയുമ്പോഴേ നമുക്കത് അറിയത്തുള്ളൂ. ഇന്റേണൽ പ്ലാനറ്ററി കോമ്പിനേഷൻ നോക്കണം, അപ്പോഴേ നമുക്കത് കറക്റ്റ് അറിയാൻ പറ്റും. ഈ ഒരു കേസ് തന്നെ മെർക്കുറി നമ്മുടെ ഈ പറയുന്ന വ്യാഴവുമായിട്ട് നിൽക്കുക. അപ്പോൾ അത് കൂടാതെ രാഹുവുമായിട്ട് കണക്ട് ചെയ്ത് നിൽക്കുന്നുണ്ടെന്നൊരു, രാഹുവും ഈ പറയുന്ന ഇങ്ങനെയുള്ള ഒരു ശുക്രനും കൂടെ കണക്ട് ചെയ്തിരിക്കുന്നു, അല്ലെന്നൊരു ഈ പറയുന്ന ബുധനും കൂടെ ഒക്കെ കണക്ട് ചെയ്തിരിക്കുക. അപ്പോൾ രാഹുവൊക്കെ കൂടെ, നല്ല രാഹുവൊക്കെ കണക്ട് ചെയ്തിരിക്കുക എന്നതിൽ മൾട്ടിപ്പിൾ ആയിട്ടുള്ള കൊമേഴ്സ്യൽ പ്രോപ്പർട്ടി വാങ്ങിക്കാനുള്ള യോഗം കാണും. കൊമേഴ്സ്യൽ പ്രോപ്പർട്ടി ഇങ്ങനെയുള്ള പല കാര്യത്തിലും നമുക്ക് രാഹു സപ്പോർട്ട് ചെയ്യാറുണ്ട്. എന്നാൽ ചില കേസിലൊക്കെ രാഹുവിനെ നമുക്ക് നെഗറ്റീവായിട്ടുള്ള ഇമ്പാക്റ്റ് കൊണ്ട് തരുന്നത്, പ്രത്യേകിച്ച് അഴുക്ക് ഗ്രഹങ്ങളിൽ രാഹുവും കൂടെ കറക്റ്റ് ചെയ്ത് നിൽക്കുന്ന സമയത്താണെന്നൊരു അത് മൾട്ടിപ്പിൾ ആയിട്ടുള്ള നെഗറ്റീവ് ഇമ്പാക്റ്റ് കൊണ്ടുതരുമെന്നുള്ളത് മനസ്സിലാക്കുക. ഇപ്പൊ ഇത് സപ്പോസ് ഇത് വെച്ച് നോക്കിക്കഴിഞ്ഞാൽ ഇപ്പൊ മൊബൈൽ ന്യൂമറോളജി ഒക്കെ വെച്ച് നോക്കിക്കഴിഞ്ഞാലും ഈ രാഹു പലയിടത്തും നമുക്ക് നെഗറ്റീവ് ഇമ്പാക്റ്റ് കൊണ്ടുതരും. കാരണം രാഹു എന്ന് പറഞ്ഞാൽ ആവശ്യമില്ലാത്ത ചില കാര്യത്തിനൊക്കെ കുടുക്കുകളിലൊക്കെ ചാടിക്കാനും എടുക്കാനും ഒക്കെ ഉള്ള ഒരു സാധ്യത കൂടെ ഉണ്ട്. അതേസമയത്ത് നമ്മൾ കേതുവിന്റെ കാര്യം പറയുകയാണെങ്കിൽ കേതു ഫുള്ളി നെഗറ്റീവാണ്. പലയിടത്തും ഒബ്സ്റ്റക്കിൾസ്, തടസ്സങ്ങൾ, ഇങ്ങനെയുള്ള പ്രശ്നങ്ങളാണ് കൊണ്ടുത്തരുന്നത്. അതുപോലെ പ്രത്യേകിച്ച് ചന്ദ്രനെ നമുക്ക് അവോയ്ഡ് ചെയ്യാൻ പറ്റത്തില്ല. ചന്ദ്രന് പല രീതിയിലുള്ള ഇമ്പാക്റ്റ് കൊണ്ടുത്തരുന്നത്, പ്രത്യേകിച്ച് അബോർഷന് റിലേറ്റഡ് ആയിട്ടുള്ള പല പ്രശ്നങ്ങളെ, അതുപോലെ വൃത്തിയാട്ടിലൊക്കെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ, പ്രത്യേകിച്ച് നിങ്ങളുടെ ആരെങ്കിലും ലഗ്നത്തിനകത്ത് 3.2 ഡിഗ്രി താഴെ ഈ പറയുന്ന ചന്ദ്രൻ വൃത്തിയാട്ടിൽ ലഗ്നത്തിൽ നിൽക്കുകയാണ്, അതിൻ്റെ ഡിഗ്രി 3.2 ഡിഗ്രി താഴെ ആകുന്നവരിൽ ഇങ്ങനെയുള്ള ആൾക്കാർക്ക് ഓട്ടിസം മാതിരിയുള്ള അസുഖങ്ങൾ ഉണ്ടാകാനും, അല്ലെന്നവരിൽ കണ്ണിനെന്തെങ്കിലും കോങ്കണ്ണയിലെ കണ്ണിനെന്തെങ്കിലും ആ ഒരു രീതിയിൽ ബുദ്ധിപരമായിട്ടുള്ള എന്തെങ്കിലും ഒരു തടസ്സങ്ങളെ, അല്ലെങ്കിൽ മെമ്മറിക്ക് റിലേറ്റഡ് ആയിട്ടുള്ള പ്രശ്നങ്ങളെ
അതുപോലെ ചിലപ്പോഴും ലിബ്ര എന്ന് പറയുന്ന ലിബ്ര ഹൗസിലൊക്കെ ഈ പറയുന്ന ചന്ദ്രൻ കയറി നിൽക്കുവാണ് അബോർഷൻ റിലേറ്റഡ് ആയിട്ടുള്ള പ്രശ്നങ്ങൾ, പല രീതിയിലുള്ള ഇങ്ങനെ പ്രശ്നങ്ങളുണ്ടാവും. അതുകൊണ്ട് ഈ ചന്ദ്രനെ നമുക്ക് പല കേസിലും നമുക്ക് വിശ്വസിക്കാൻ പറ്റത്തില്ല. പല രീതിയിലുള്ള ഇമ്പാക്റ്റും കൊണ്ടുത്തരുന്ന ഒരു ഗ്രഹമാണ് ചന്ദ്രൻ എന്ന് പറയുന്നത്. മാനസികമായിട്ടുള്ള ടെൻഷനെ, പിരിമുറുക്കങ്ങളെ, അല്ലെങ്കിൽ മാനസികമായിട്ടുള്ള അസ്വസ്ഥത. അപ്പൊ അതുകൊണ്ട് നമ്മൾ ഇവിടെ മെയിനായിട്ടുള്ള ഇങ്ങനെ ചില നെഗറ്റീവായിട്ടുള്ള പ്ലാനറ്റുകളെ പറയുന്നില്ല, കൺസിഡർ ചെയ്യുന്നില്ല. നിങ്ങൾക്ക് അഴുക്കായിട്ടുള്ള കാര്യങ്ങളെ ഇവിടെ ഈ ഒരു പ്രഡിക്ഷനകത്ത് കാണുകയില്ല. അത്യാവശ്യം വീഡിയോ ഒരുപാട് കൊള്ളാവുന്ന നല്ല ഗ്രഹങ്ങളെ മാത്രമുള്ള പ്രഡിക്ഷൻ. നമ്മളിവിടെ ഒരു മനസ്സിലാക്കേണ്ട കാര്യം, അസ്ട്രോളജി ഈസ് എ പ്രോബബിലിറ്റി, സംഭവിക്കാൻ സാധ്യതയുണ്ട്. പക്ഷേ ഇന്ന സമയത്ത് നമുക്ക് അതിനകത്ത് നമുക്ക് കറക്റ്റ് അറിയാൻ പറ്റും. ആ അറിയുന്ന സമയത്ത് ഈ താൻ ബാധി ദൈവം ബാധി എന്ന് പറയുന്ന പോലെ നമ്മളും ആക്ട് ചെയ്യുക. നമ്മളോട് ആക്ട് ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് ഇതിൻ്റെ ആയിട്ടുള്ള പോസിറ്റീവായിട്ടുള്ള ഫലം കിട്ടും. അല്ലാതെ നമ്മുടെ വൃത്തിയായിട്ട് ഇങ്ങനെയൊക്കെ ഉള്ള ഒരു ഗ്രഹം അല്ല ഇങ്ങനെ നിൽക്കുന്നു, അല്ല ഒരു നല്ലൊരു ഗ്രഹം നിൽക്കുന്നു എന്നും കണ്ട് നമുക്കൊന്നും വാരിക്കോരി തരുമെന്നൊന്നും വിചാരിക്കല്ലേ. നമ്മുടെ എഫേർട്ട് നമ്മളിടുക. അതിൻ്റെ കൂടി വൃത്തിയായിട്ടുള്ള ഫേവറബിളായിട്ടുള്ള കാര്യങ്ങൾ കൂടെ നമുക്ക് ഒത്തിറങ്ങി വരുന്ന ഒരു സാഹചര്യത്തിൽ നമ്മളെ ആക്ട് ചെയ്ത് കഴിഞ്ഞാൽ 100% നമുക്കത് ഫേവറബിളായിട്ട് വരും എന്ന് മനസ്സിലാക്കും. അല്ലാതെ ഒരാളുടെ വൃത്തിയായിട്ട് മാത്രം നോക്കിയിട്ട് നിങ്ങൾ ഇന്ന രീതിയിൽ ഇന്ന ഇതാവുമെന്നൊക്കെ പറയാൻ അത്ര 100% ഒന്നും പറയാനുള്ള പറ്റത്തില്ല. കാരണം അതിൻ്റെ പോസിറ്റീവായിട്ടുള്ള യോഗവും കാര്യങ്ങളും ഒക്കെ കാണും. അല്ലെന്നൊരു ഇപ്പോൾ ലോട്ടറി അടിക്കാനത് ലോട്ടറി എടുക്കാത്ത ഒരാളാണെന്നൊരു ലോട്ടറി അങ്ങനെ അടിക്കുന്നത് അങ്ങനെ ഉണ്ടല്ലോ. അല്ലെ ഒരാൾക്ക് കല്യാണം കഴിക്കാൻ താല്പര്യമില്ല, അപ്പോൾ കല്യാണത്തിനല്ലേ കുട്ടികളുണ്ടാവുമെന്ന് നമുക്ക് പറയാൻ പറ്റിയല്ലോ. അപ്പം ഇതെല്ലാം അസ്ട്രോളജി എന്ന് പറഞ്ഞ ഒരു പ്രോബബിലിറ്റിയാണ്. അപ്പം ഇതിനകത്ത് നമ്മളും ആക്ട് ചെയ്യണം. അപ്പോൾ ഈ വൃത്തിയാട്ടിൻ്റെ ആയിട്ടുള്ള ഒരു ഇത്, അതുപോലെ ന്യൂമറോളിക്കൽ പ്രകാരമായിട്ടുള്ള പ്രശ്നങ്ങൾ, അതുമല്ലെങ്കിൽ നമുക്ക് ഈ പറയുന്ന വാസ്തുപരമായിട്ടുള്ള പ്രശ്നങ്ങൾ. കാരണം പല രീതിയിലും പല ഇടത്തും പല ഗ്രഹങ്ങൾക്ക് എഗനിസ്റ്റായിട്ട് വാസ്തുവിൻ്റെ ആയിട്ടുള്ള ദോഷം, ടോയ്ലറ്റ് കൊണ്ടുവെക്കുക, അല്ലെങ്കിൽ സെപ്റ്റി ടാങ്ക് കെട്ടുക, അങ്ങനെയൊക്കെ ചെയ്യുന്ന സമയത്ത് നമ്മുടെ ദശ മാറുന്ന സമയമാണെന്നതിൽ നമുക്ക് പല ഗ്രഹങ്ങളും നെഗറ്റീവായിട്ട് വന്നു നിൽക്കും. അപ്പം നമുക്ക് ത്രൂ ഔട്ട് ലൈഫിൽ പല നെഗറ്റീവ് ഇമ്പാക്റ്റും വരുമെന്നുള്ളത് മനസ്സിലാക്കുക. അതുകൊണ്ട് നമ്മുടെ ബർത്തിയായിട്ട് 50%, അതേമാതിരി നമ്മളൊരു 25% നമ്മുടെ എഫോർട്ട്, ബാക്കി ഒരു 25% പിന്നെയും ഉണ്ട്. ഇത് ഈ അസ്ട്രോളജിക്കൽ, ന്യൂമറോളജിക്കൽ അങ്ങനെയൊക്കെ അത് ഈ പറയുന്ന വാസ്തുപരമായിട്ടുള്ള പ്രശ്നങ്ങൾ, മൊബൈൽ ന്യൂമറോളജി റിലേറ്റഡ് ആയിട്ടുള്ള പ്രശ്നങ്ങൾ. കാരണം അതൊക്കെ നമ്മൾ തിങ്ക് ചെയ്യേണ്ട. അതുപോലെ നെയിം അലൈൻമെന്റ് ഒക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ചില ആൾക്കാരുടെ കേസിലൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ഫസ്റ്റ് നെയിം ലാസ്റ്റ് നെയിം ഒക്കെ എന്ന് പറഞ്ഞാൽ 1, 8 ഒക്കെ കോമ്പിനേഷൻ വരിക. 8 എന്ന് പറഞ്ഞാൽ ശനിയാണ്, 1 എന്ന് പറഞ്ഞാൽ സൂര്യനാണ്. അങ്ങനെയൊക്കെ ഉള്ള കേസിലൊക്കെ വരുമ്പോൾ അവർക്ക് പല രീതിയിലുള്ള നെഗറ്റീവ് ഇമ്പാക്റ്റ് കൊണ്ടുത്തരും. ഇത് തന്നെ നമുക്ക് മൊബൈൽ ന്യൂമറോളജിക്കകത്ത് നോക്കിക്കഴിഞ്ഞാലും ഈ 1, 8 എന്നുള്ള നമ്പേഴ്സ്, അങ്ങനെ ഒരുപാട് നമ്പേഴ്സ് ഉണ്ട്. 1, 4, 3, 4, 4, 3 ഇങ്ങനെയുള്ള പല നമ്പേഴ്സും വരുമ്പോഴും, അല്ലെന്നൊരു 1, 4, അല്ലെന്നൊരു 1, 8, 3, 4, 2, 8. അപ്പോൾ ഇങ്ങനെയുള്ള ഏതെങ്കിലുമൊക്കെ നമ്പേഴ്സ് മൊബൈൽ നമ്പറുമായിട്ടൊക്കെ കണക്ട് ചെയ്ത് വരുമ്പം നമുക്ക് പല രീതിയിലുള്ള മെഡിക്കൽ ഇമ്പാക്റ്റുകൾ, മെഡിക്കൽ റിലേറ്റഡ് ആയിട്ടുള്ള പ്രശ്നങ്ങൾ, അല്ലെന്നൊരു വേറെ എന്തെങ്കിലുമൊക്കെ ഉള്ള പ്രശ്നങ്ങളുണ്ടാകും. പ്രത്യേകിച്ച് ചില സമയത്ത് നമുക്ക് പ്രശ്നം കാണത്തില്ല. പക്ഷെ നമ്മുടെ ദശയൊക്കെ മാറുന്ന സമയമാണെന്ന രീതിയിലാണ് കൂടുതൽ ഇമ്പാക്റ്റ് കൊണ്ടുത്തരും. അപ്പം നമുക്ക് ഒത്തിരി പ്രശ്നങ്ങൾ, ഒരുപാട് പ്രശ്നങ്ങളുണ്ടാകും. ഇപ്പം നോർമലി ഒരു മനുഷ്യനാണേലും ചിലപ്പോൾ വലിയ പ്രശ്നം കാണുകയില്ല. പ്രത്യേകിച്ച് ഇപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ ചില ഏരിയയിലൊക്കെ ടോയ്ലറ്റ് കിട്ടി, അല്ലെങ്കിൽ സെപ്റ്റി ടാങ്ക് കിട്ടി. പ്രത്യേകിച്ച് നോക്കിക്കഴിഞ്ഞാൽ സൗത്ത് ഈസ്റ്റ് ഡയറക്ഷനൊക്കെ കൊണ്ട് ടോയ്ലറ്റ് കിട്ടി, അങ്ങനെയൊക്കെ ഉള്ള ആൾക്കാർക്കാണെന്നൊരു ചിലപ്പോൾ നോർമലി ഒറ്റയടിക്ക് കുഴപ്പം കാണത്തില്ല. പക്ഷെ അങ്ങോട്ട് ദശ മാറുന്ന സമയത്ത് വലിയ പ്രശ്നം. അതുപോലെ പടിഞ്ഞാറെന്ന് പറയുന്ന ഡയറക്ഷൻ, വെസ്റ്റ് ഡയറക്ഷൻ എന്ന് പറഞ്ഞാൽ ശനി ഭരിക്കുന്നതാണ്. അപ്പോൾ അവിടെ ടോയ്ലറ്റ് വെച്ചു. പക്ഷേ ചിലപ്പോൾ ഇങ്ങനെ വലിയ പ്രശ്നം കാണാതിരിക്കും. പക്ഷെ നമ്മൾ ഇങ്ങനെ പോയിരുന്നുകൊണ്ട് നമ്മുടെ ശനിദശയൊക്കെ മാറുന്ന സമയമാണെന്നൊരു 100% നമ്മൾ പല രീതിയിലുള്ള ഇമ്പാക്റ്റുകളുണ്ടാകും. അതുപോലെ ഇങ്ങനെയുള്ള പല ഡയറക്ഷന് ടോയ്ലറ്റുകൾ ഒഴിവാക്കുന്നത് വളരെ നല്ലതാണ്. പ്രത്യേകിച്ച് നോക്കിക്കഴിഞ്ഞാൽ നോർത്ത് ഡയറക്ഷന്, സൗത്ത് വെസ്റ്റ് ഡയറക്ഷൻ, സൗത്ത് ഈസ്റ്റ് ഡയറക്ഷന്, നോർത്ത് ഈസ്റ്റ് ഡയറക്ഷന്, ഈ പറയുന്ന വെസ്റ്റ് ഡയറക്ഷൻ, ഇങ്ങനെയൊക്കെ ഉള്ളത് ടോയ്ലറ്റുകൾ കഴിവതും ഒഴിവാക്കുക. അത് പല രീതിയിലുള്ള ഇമ്പാക്റ്റ് കൊണ്ടുത്തരുമെന്നുള്ളത് മനസ്സിലാക്കുക. അപ്പോൾ ഇങ്ങനെ ഈ പറയുന്ന, അപ്പം നിങ്ങൾക്ക് വാസ്തു റിലേറ്റഡ് ആയിട്ടുള്ള, ന്യൂമറോളജി റിലേറ്റഡ് ആയിട്ടുള്ള, അല്ലെന്നൊരു നെയിം അലൈൻമെന്റ്, ബ്രാൻഡ് അലൈൻമെന്റ് റിലേറ്റഡ് ആയിട്ടുള്ള എന്തെങ്കിലും കൺസൾട്ടേഷനോ കാര്യങ്ങളോ, അല്ലെങ്കിൽ അസ്ട്രോളജിക്കൽ റിലേറ്റഡ് ആയിട്ടുള്ള എന്തെങ്കിലും കൺസൾട്ടേഷനോ കാര്യങ്ങളോ ഉണ്ടെന്നൊരു ഇതിനകത്ത് വാട്സപ്പ് നമ്പറുണ്ട്, കോൺടാക്ട് ചെയ്താൽ മതി. അപ്പോൾ നമുക്ക് ഓരോ രാശിക്കാർക്കും എങ്ങനെയുണ്ടെന്ന് വിശദമായിട്ടൊന്ന് നോക്കാം. കന്നിരാശിയുടെ നക്ഷത്രാധിപൻ എന്ന് പറഞ്ഞാൽ ബുധനാണ്. അതിവിടുത്തെ നക്ഷത്രങ്ങൾ പറഞ്ഞാൽ ഉത്രം, അത്തം, ചിത്തിര. ഉത്തരത്തിൻ്റെ ഒടുവിലത്തെ 3 പാദങ്ങൾ, അത്തം, പിന്നെ ചിത്തിരയുടെ ആദ്യത്തെ പകുതി എന്നിവയാണ്. ഇവിടെ ഉത്തരത്തെ കൺട്രോൾ ചെയ്യുന്ന സൂര്യനാണ്.
ബുധകർമ്മയാണ്. അതുപോലെ അത്തത്തെ കൺട്രോൾ ചെയ്യുന്ന ചന്ദ്രനാണ്, ഗുരുകർമ്മയാണ്. ചിത്തിരെ കൺട്രോൾ ചെയ്യുന്ന ചൊവ്വയാണ്, ശുക്രകർമ്മയാണ്. അപ്പോൾ നിങ്ങളുടെ കർമ്മ കാര്യങ്ങളൊന്നും നോട്ട് ചെയ്ത് വെച്ചേക്കുന്നത് നല്ലതാണ്. ഈ രാശിക്കാരെ പറ്റി പറയാനാണെന്ന് വരില്ല. നഷ്ടപ്പെട്ട കോൺഫിഡൻസ് തിരിച്ചു വരാൻ വളരെ അനുകൂലമായിട്ടുള്ള സമയമാണ്. ലൈഫിൽ ജീവിതത്തിൽ നല്ല എംബിഷ്യസ് ആകാൻ, എന്തും തുറന്നു പറയാനൊക്കെ ഉള്ളൊരു അനുകൂലമായിട്ടുള്ളൊരു സമയമാണ്. നഷ്ടപ്പെട്ട കോൺഫിഡൻസ് തിരിച്ചു വരാൻ, അതുപോലെ നല്ല പ്രണയബന്ധങ്ങൾ ഉണ്ടാകാനും ആ പ്രണയം തുറന്നു പറയാനും ഒക്കെ വളരെ അനുകൂലമായിട്ടുള്ള സമയമാണ്. കുട്ടികളില്ലാത്തവർക്ക് കുട്ടികൾ ഉണ്ടാകാനൊക്കെ ഉള്ള സാഹചര്യങ്ങൾ, അതുപോലെ ജീവിതത്തിൽ നടക്കത്തില്ല എന്ന് വിചാരിക്കുന്ന പല കാര്യങ്ങളും നടക്കാനൊക്കെ ഉള്ള സാഹചര്യങ്ങൾ, പലതും നമുക്ക് പോസിറ്റീവായിട്ട് വരാൻ, നല്ല സോഷ്യൽ നെറ്റ്വർക്കുകൾ ഉണ്ടാകാൻ, അതുപോലെ ബന്ധുമിത്രാദികളെ കണ്ടുമുട്ടാനൊക്കെ അനുകൂലമായിട്ടുള്ള സമയമാണ്. ബാല്യകാല സുഹൃത്തുക്കളെ കണ്ടുമുട്ടാൻ, സഹോദരങ്ങളെ കണ്ടുമുട്ടാൻ ഉള്ള ഒരു അനുകൂലമായിട്ടുള്ള സമയമാണ്. എന്തെങ്കിലും പ്രോപ്പർട്ടിയൊക്കെ പാർട്ടീഷൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്ക് വളരെ അനുകൂലമായിട്ടുള്ളൊരു സമയമാണ്. അതുപോലെ കല്യാണം കഴിക്കാൻ ആഗ്രഹിക്കുന്ന ആൾക്കാർക്ക് വളരെ അനുകൂലമായിട്ടുള്ളൊരു സമയമാണ്. ഈ ഒരു രാശിക്കാരെ പറ്റി എടുത്തു പറയാനാണ്. പുതിയ വിവാഹാലോചനകൾ വരാൻ, പുതിയ പ്രണയബന്ധങ്ങൾ വരാൻ, അതുപോലെ ഹസ്ബൻഡ് വൈഫൊക്കെ നല്ല സന്തോഷകരമായിട്ടിരിക്കാൻ, അങ്ങനെ പല രീതി അനുകൂലമായിട്ടുള്ളൊരു സമയമാണ് ഈ ഒരു രാശിക്കാരെ പറ്റി പറയുകയാണെന്ന്.